ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. ആത്മാവിൽ ആരാധിക്കാത്ത ഒരുവൻ്റെ ആരാധന കൊണ്ട് പ്രയോജനമില്ല. സത്യമല്ലാത്ത ആരാധന കൊണ്ട് അവന് യാതൊരു നേട്ടമോ ആത്മീയ ജീവിതത്തിൽ ഒരു നല്ല സാക്ഷ്യമോ ഉണ്ടാകില്ല. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ മനുഷ്യൻ്റെ ആത്മാവ് പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നാൽ പാപിയായ മനുഷ്യൻ്റെ ആത്മാവ് പാപം കാരണം മരിച്ച അവസ്ഥയിലാണ്. ദൈവം അവനിൽ പ്രസാദിക്കുന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ ഏറ്റുവാങ്ങിയത്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ യാഗത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നു. അവൻ്റെ ആത്മാവ് ജീവിക്കുന്ന അവസ്ഥയിലാകുന്നു. അപ്പോൾ അവന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയും. നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.